ഹലോ എവരി വൺ. സോ നമുക്ക് നിങ്ങളുടെ നെക്സ്റ്റ് 7 days എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് 7 days ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സോ ഇതൊരു പിക്കപ്പ് ആയിരിക്കും. പിക്കപ്പ് പിക്ക് എ കളർ. ഈ 2 കളറിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ അല്ലെങ്കിൽ റെസനേറ്റ് ആവുന്നൊരു കളർ ചൂസ് ചെയ്യാം. നമുക്കതിനനുസരിച്ച് പൈൽ എടുക്കാം. ഓക്കെ, സോറി. സോ നിങ്ങൾ നിങ്ങളുടെ കളർ ചൂസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഷഫിൾ ചെയ്താലോ. ഏതാ കളർ? പിങ്ക് ആണോ? ഓക്കെ, ഒരു പിങ്ക് കളർ ആൻഡ് പേർപ്പിൾ കളർ. സോ പിങ്ക് കളർ ചൂസ് ചെയ്തവർക്ക് ഒരു 7 cards, പേർപ്പിൾ കളർ ചൂസ് ചെയ്തവർക്ക് 7 cards, അങ്ങനെ എടുക്കാം. യൂണിവേഴ്സ് 7 cards ഫോർ ദോസ് ഹു ചൂസ് പിങ്ക് കളർ. എന്താണ് ഒരു നെക്സ്റ്റ് 7 days ഓഫ് ഗൈഡൻസ്? 1 2 2 3 4 5 6. One more card for pink color choose ചെയ്തവർക്ക് one more guidance. ഓക്കെ, purple കളർ എടുത്തവർക്ക് 1 2 3 4. Okay, 5 6 7. Okay, team pink. Purple. നിങ്ങൾക്ക് വീണ്ടും കാർഡ്സ് വെച്ചിട്ട് റെസനേറ്റ് ആവുകയാണെങ്കിൽ ചൂസ് ചെയ്യാം. ടൈം എടുക്കാം. നെക്സ്റ്റ് 7 days കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് മെസ്സേജ് ആണ്. മോണോളജി കാർഡ്സ് ഫോർ പിങ്ക് കളർ ചൂസ് ചെയ്തവർക്കുള്ള മോണോളജി കാർഡ്സ്. രണ്ട് കാർഡ്സും കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് റീഡിങ് പോകാം. 2 3. ഓക്കെ, എല്ലാവരും ഫൈനലൈസ് ചെയ്തില്ലേ നിങ്ങളുടെ കാർഡ്സ്? സോ പിങ്ക് കളറാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ടാറോ മെസ്സേജസ്. ജസ്റ്റിസ് കാർഡ് റിവേഴ്സ്ഡ് ആയിട്ടാണ് എനിക്ക് എടുക്കാൻ തോന്നുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, 9 of Pentacles, 10 of Pentacles, wow, Page of Pentacles, Knight of Pentacles and കുറേ Pentacles എനർജിയാണ്. സോ മെനി അബണ്ടൻസ്, ഫൈനാൻസ് റിലേറ്റഡ് ആയിരിക്കാം. സോ പിങ്ക് കളർ, എന്താണ് നിങ്ങളുടെ എനർജി? ഓക്കെ, 11 കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ
11:22, 11:21, 11:21 കാണാറുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ 21:11 കാണാറുണ്ടോ? അതുപോലെ 10:10, ബട്ട് 10:10 അത്രയ്ക്കില്ല, 10:10 ഉണ്ട് അതിൽ. ഓക്കെ, പൈൽ നമ്പർ 1, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, എനിക്ക് കൂടുതലും എന്തോ കരിയർ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കരിയറാണ് മിക്കതും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു ജോബിൻ്റെ കാര്യം, അതെന്തോ ആയിരിക്കാം, മേ ബി ഒരു ചെറിയൊരു ഐഡിയ ആയിരിക്കാം നിങ്ങൾക്ക് വളരെയധികം ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു ഐഡിയ ആയിരിക്കാം എപ്പോഴും. എനിക്കിത് ചെയ്താൽ കൊള്ളാം, എനിക്കിത് ചെയ്യണം എന്നുണ്ട്. മേ ബി അതിപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ചെയ്യാൻ. അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കാം ഇപ്പോൾ. മനസ്സിലായോ? പെട്ടെന്നൊരു സക്സസ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേമിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ, എന്താ പറയുക, വളരെയധികം നിങ്ങൾക്ക് അതൊരു ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു ഹൈ സ്റ്റെബിലിറ്റി, ഒരു ലോങ് ടേം സക്സസ്, ഒരു ലക്ഷറി ലൈഫ് തരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? ലൈക്ക് ആ ഒരു കംപ്ലീറ്റ് യെല്ലോ എനർജി കണ്ടു, ഒരു അബണ്ടൻസ് എനർജി, ഒരു ലക്ഷറി എനർജി, ആൻഡ് കംപ്ലീറ്റ്ലി പെൻറ്റക്കിൾസ് ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കുറച്ച് പേഷ്യൻസ് ആയിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ചാലഞ്ചസ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, ഒരു ഇംബാലൻസ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും എന്നുണ്ടെങ്കിലും ഹാവ് ഫെയ്ത്ത്. കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരിക്കുക, കുറച്ച് ക്ഷമ എന്ന് പറയില്ലേ, ക്ഷമയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ കാണിക്കുക. ഇപ്പം കാണുന്നില്ല എന്നുണ്ടെങ്കിലും അതൊരു പൂജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി ഒരു ലക്ഷറിയസ് ലൈഫ്, ഒരു അബണ്ടൻറ്റ് ലൈഫ് ആവാനുള്ള ഹൈ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് 11:11 കാണുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴും വിചാരിക്കരുത്, എപ്പോഴും ബ്ലെസ്സിങ്സും ആവാം. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആലോചിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും. പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ അതിലുണ്ട്. ഓക്കെ, ഹാവ് ഫെയ്ത്ത്. എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ കൂടെ എന്നല്ല, പേഷ്യൻസോടുകൂടെ നിങ്ങളത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാൻ. ഡെഫിനറ്റ്ലി അതൊരു സക്സസ്ഫുൾ തന്നെ ആയിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. സോ അതിന് നേരെ ഉൾട്ടയാവാണ്ടിരിക്കുക. മനസ്സിലായോ? ഉൾട്ടയാവാണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത് ചെയ്യണമെന്നുണ്ട്, ബട്ട് പെട്ടെന്ന് റിസൾട്ട് കണ്ടില്ല എന്ന് വെച്ചിട്ട് അത് നിർത്തരുതെന്ന്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ചൂസിങ് യുവർ കർമ്മ, വേറൊരു കർമ്മയായിട്ട് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൈൻ ദാറ്റ് അത് മേ ബി നിങ്ങൾക്ക് നല്ലൊരു, എന്താ പറയുക, നിങ്ങൾക്ക് സൈൻ ചോദിക്കാം യൂണിവേഴ്സിനോട്, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈൻ കാണിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നിങ്ങൾക്ക് റെസ്പോൺസ് തരും. മനസ്സിലായോ? ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നിങ്ങൾക്ക് റെസ്പോൺസ് തരും. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്. ഹാവ് പേഷ്യൻസോടുകൂടെ ബിൽഡ് ചെയ്യുക. എല്ലാം പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഉണ്ടായിരിക്കാം, മേ ബി നിങ്ങളത് മെല്ലെ ബിൽഡ് ചെയ്ത് എഫേർട്ട് ഇട്ട് ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ ഒരു, കണ്ടോ, ഇതെല്ലാം ഇത് ബിൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ കൈവച്ച് നിൽക്കുന്നത്. സോ ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പിനുള്ള ആക്ഷൻസ്, അത് സ്മോൾ സ്റ്റെപ്സ് ആയാലും ആ ആക്ഷൻസ് ചെയ്ത് തുടങ്ങുക. ആക്ഷൻസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ബിൽഡ് ചെയ്ത് ആ ലക്ഷറിയസ് അബണ്ടൻസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് സക്സസ്, സ്റ്റെബിലിറ്റി. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ആവും.
ആൻഡ് അതുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ലൈഫ്, ബ്യൂട്ടിഫുൾ സ്റ്റേബിൾ ലോങ് ടേം ഫാമിലി ലൈഫ്. സ്റ്റേബിൾ ലോങ് ടേം എന്താണ്? ഒരു മെറ്റീരിയലിസ്റ്റിക്കലി ലോങ് ടേം സക്സസ്. ഈ ഒരു ഭൂമിയിലേക്ക് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കലി ആയിട്ടുള്ള എല്ലാ സക്സസ്സും നിങ്ങൾക്ക് ഫുൾഫില്ലായിരിക്കും. ബട്ട് ഹാവ് ഫെയ്ത്ത് ആൻഡ് ഡോണ്ട് ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ വഴി മാറി പിന്നെ വേറൊരു കർമ്മ ചൂസ് ചെയ്യരുത്. ദിസ് ഇസ് എ ബെസ്റ്റ്. ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, എന്നിട്ട് മെല്ലെ ബിൽഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഈ 7 ഡേയ്സിനുള്ള ഗൈഡൻസ്. എന്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും സ്റ്റാർട്ട് ഡൂയിങ്, ടേക്ക് ആക്ഷൻസ്. നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്തിരുന്നിട്ടൊരു കാര്യമില്ല. ചെയ്ത് നോക്കിയാലും നമുക്കറിയില്ല അത് വർക്കൗട്ട് ആവുമെന്ന്. നെഗറ്റീവ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് അടിച്ചിരിക്കുള്ളൂ. ഇന്ന് നെഗറ്റീവ് ആവും, നാളെ ഒന്നും കൂടെ നെഗറ്റീവ് ആവും, മറ്റന്നാൾ ഒന്നും കൂടെ നെഗറ്റീവ് ആവും. അതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ കിട്ടുന്നത്? ബട്ട് നമ്മളിവിടെ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അത് സ്മോൾ എഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എയ്തർ ഓർ ദ വേ ഒരു ഡോർ ഓപ്പൺ ആയിരിക്കും. നമ്മളൊരു സംഭവത്തിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പല വേ നമുക്ക് ഓപ്പണായി കിട്ടും എന്നുള്ളത് സത്യം തന്നെയാണ്. സോ ഡോണ്ട് ലൂസ് ഹോപ്പ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ എന്താണോ പ്രഷ്യസ് ആക്കി വെച്ചിരിക്കുന്നത്, സ്റ്റാർട്ട് മൂവിങ്, സ്റ്റാർട്ട് സ്ലോ. പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്യണമെന്നല്ല, ആ ഒരു 1% ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും, നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ ഒറ്റയടിക്ക് 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചില്ലെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങുക, 2 ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങുക. സ്റ്റാർട്ട് മൂവിങ്. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരുന്നിട്ട് നെഗറ്റീവ് അടിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. നിങ്ങൾ കൂടുതൽ നെഗറ്റീവായി പോകുന്നുള്ളൂ. സോ സ്റ്റാർട്ട് സ്ലോ, സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് സ്ലോ. അവിടെ നിന്ന് മെല്ലെ നിങ്ങൾക്ക് ആ ഒരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ആക്കാം, 10 20 ആക്കാം, 20 30 ആക്കാം, 5 മിനിറ്റ് 10 മിനിറ്റ് ആക്കാം, ആ 10 മിനിറ്റ് 20 ആക്കാം. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. പൈൽ നമ്പർ 1. പേഴ്സണൽ സെഷൻസ്, ഗൈഡൻസ്, മാനിഫെസ്റ്റേഷൻ കോച്ചിങ്സ് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട്. സോ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ റീച്ച് ഔട്ട് ചെയ്യാം. കസ്റ്റം സബ്ലിമിനൽസ് വേണമെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാം. വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, എൻ്റെ ക്ലാസ്സസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ചെയ്യാം. സോ നമുക്ക് സോറി നിങ്ങൾക്ക് ഈ പൈലുണ്ടല്ലോ, ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? സ്റ്റാർട്ട് സ്ലോ. ഒന്നും കാണുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് സ്ലോ. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. കുറച്ചിങ്ങനെ ആദ്യം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണെങ്കിൽ ടേക്ക് എ ബ്രീത്ത് ഔട്ട്, റിലീസ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നിങ്ങളെ ലിമിറ്റേഷൻസ് വെക്കാണ്ട് ഇമ്പോസിബിളായിട്ട് ഈ ലോകത്ത് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് സ്റ്റാർട്ട് ബിലീവിങ് ഇറ്റ്. സിനിമയിൽ കാണുമ്പോൾ എല്ലാവരും ബിലീവ് ചെയ്യാറില്ല. എന്തുകൊണ്ട് റിയൽ ലൈഫിൽ ബിലീവ് ചെയ്യുന്നില്ല? കാണാത്തതുകൊണ്ടാണോ? ബിലീവ്. നടക്കും. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. ഓക്കെ. മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഡൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും സക്സസ് സ്റ്റോറീസ് കാണാൻ തുടങ്ങും. ഓരോ സക്സസ് സ്റ്റോറീസ് എടുത്ത് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി വരും, അല്ലേ? മൈൻഡ്ഫുൾ ആയിരിക്കുക. പോസിറ്റീവ് ആവാന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാന്ന് പറയാമെന്നല്ല. മൈൻഡ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നടന്നത്, ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഐ വോണ്ട് ടു മൂവ് ഫോർവേഡ്. ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക്, മൂവ് ഫോർവേഡ്. Change is only constant, but keep moving forward. You will find your place, you will find your happiness. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ബട്ട് കീപ് മൂവിങ് ഫോർവേഡ്. ഓക്കെ, ഗോ വിത്ത് ദ flow with the go. Keep moving forward and luck is on your side. Believe in the impossible. Pile number 1. Pink color choose ചെയ്തിട്ട് pile number 1 pink. Go, shoot എന്താണോ നിങ്ങളുടെ ഡ്രീംസ്, എയിം ദാറ്റ്. Success is yours. Congratulations and next reading ആയിട്ട് കാണാം. Take care and bye. ഹലോ, പൈൽ നമ്പർ 2. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തത്, ഈ ഒരു കളറാണ് ചൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് കളറായിരിക്കാം, അല്ലെങ്കിൽ റീസെൻ്റ്ലി ഒരു ഡ്രസ്സ് എടുത്തവരായിരിക്കാം, ഈ കളർ ഡ്രസ്സ് എടുത്തവരായിരിക്കാം. ആണെങ്കിൽ പറയണേ. അല്ലെങ്കിൽ ഈ കളറോടൊരു അട്രാക്ഷൻ തോന്നിയതായിരിക്കാം. കഴിഞ്ഞ റീഡിങ്ങിലും ഒരു കാർഡ് റിവേഴ്സ്ഡ് ആയിരുന്നു. ഇത് ഞാൻ അൺഇൻറ്റൻഷനലി റിവേഴ്സ് ആയതാണ്. ഞാൻ ഇൻറ്റൻഷനലി റിവേഴ്സ് ചെയ്ത് വെച്ചതല്ല. അപ്പോൾ അത് റിവേഴ്സ് തന്നെയാണെന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ഇമോഷണൽസ് റിലേറ്റഡ് ആയിട്ടാണ്, അത് ഉറപ്പാണ്. ഇമോഷണൽ കണക്ഷൻസ് റിലേറ്റഡ് ആയിട്ടാണ്
ഈ പൈല് ചൂസ് ചെയ്തേക്കണം. എന്തെങ്കിലും ഇമോഷണലി നിങ്ങൾ കുറച്ച് ടഫ് ടൈം ഗോ ത്രൂ ചെയ്യുന്നവരായിരിക്കും. ഇമോഷൻസ്, നിറയെ ഇമോഷൻസ് ഉണ്ട് ഇതിൽ. ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ ഖത്തം കഴിഞ്ഞു എന്ന് പറയുന്ന രീതിക്കാണ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലാണ്. ഓവർ തിങ്കിങ് ആണ് ഭയങ്കരമായിട്ട്. അതാണ് ഈ പൈൽ നമ്പർ 2 കാണുന്നത്. ഞാൻ ഓക്കെ, എനിക്ക് രണ്ട് രീതിക്കാണ് ഞാൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനെയാണ് മെസ്സേജ് റീഡ് ചെയ്യാൻ തോന്നുന്നത്. 2 വേ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാം. റെസ്നേറ്റ് ആവുകയാണെങ്കിൽ പറയണേ. ടൈംലെസ് ആണ്. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ഫിറ്റ് ചെയ്യരുത് നിങ്ങളുടെ ഒരു ലൈഫിലും. നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ് സ്റ്റേജാണ്. കുറേയൊക്കെ അനാവശ്യമായിട്ടാണ്. ഞാനുള്ള കാര്യം പറയാം. കുറേയൊക്കെ അനാവശ്യമായിട്ടാണ്. കരഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ മുന്നിൽ സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പോകാനുള്ള വേ ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ എടുത്ത് വെച്ചിരിക്കുക. ഇതിങ്ങനെ നടന്നു, ഇതിങ്ങനെ നടന്നു, മറ്റേതങ്ങനെ നടന്നു. കുറേയൊക്കെ അനാവശ്യമായിട്ടുള്ള ബേർഡൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ് തോട്ട്സൊക്കെ കൊണ്ട് നിങ്ങൾ തന്നെയായിട്ട് കൊണ്ട് ഭാരം ചുമക്കുക എന്ന് പറയില്ലേ, അനാവശ്യമായിട്ടുള്ള ഭാരം ചുമക്കുക എന്ന് പറയില്ലേ. കുറേ വേണ്ടാത്ത തോട്ട്സ്, കുറേ ഓവർ തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തോട്ട്സ് മാത്രമാണ്. ഈ വടികൾ ഇയാൾക്ക് നിലത്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും താങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കും. അതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ വളരെയധികം ബേർഡൻഡാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഒന്നും മനസ്സിലാവുന്നില്ല, വെറുതെ ഇങ്ങനെ ഭാരം ചുമന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷെ അതൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീടുണ്ട്, അവിടെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. നിങ്ങൾ തന്നെ അനാവശ്യമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കില്ല നിങ്ങളുടെ വഴി. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇഷ്ടങ്ങൾ, ആ ഒരു സെൽഫ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയില്ലേ, എല്ലാവരും പറയും സെൽഫ് ലവ് ചെയ്യാൻ അറിയില്ല അത്രേ. നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനറിയോ? അതന്നെ സെൽഫ് ലവ്. വിശക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നില്ലേ, അതാണ് സെൽഫ് ലവ്. അല്ല, സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരധികം വിശന്ന് ഭയങ്കരമായിട്ടിരിക്കുക. നിങ്ങളുടെ കൂടെ ഉള്ളവരും ആൾക്കാരുണ്ട്, അവരും വിശന്നിരിക്കുകയെന്ന് വെച്ചാൽ അവർ ഓൾറെഡി കഴിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, കഴിച്ചു എന്ന് വിചാരിക്കുന്നത് എന്തൊരു എക്സാമ്പിളാണ് ദൈവമേ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക. നിങ്ങൾ അത്രയും വിശന്ന് നിങ്ങൾ തല ചുറ്റാറായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കംപ്ലീറ്റ് ഫുഡും നിങ്ങൾ ആ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആൾ കഴിച്ചിട്ട് എണീറ്റ് പോവും. നിങ്ങളുടെ വിശപ്പോ? കുറച്ച് ഭാഗം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ആദ്യം നമ്മൾ 2 വായ കഴിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുക. അതിനൊക്കെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ചിലവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്സിൽ ഭയങ്കര എക്സാമ്പിളായി, സോറി, എന്നോട് ക്ഷമിക്കുക. റിലേഷൻഷിപ്സിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് അവരിലേക്ക് ടൈ ചെയ്ത് വെക്കുന്നതാണ് പ്രശ്നം. മിക്കതും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് കാണുന്നുണ്ട് ഞാനിതിൽ. ഇമോഷണലി റിലേഷൻഷിപ്സ് ആയിരിക്കാം, അതെന്തൊരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ് മറ്റുള്ളവരുടെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങളുണ്ടെങ്കിലേ എനിക്കിതേ ഉള്ളൂ, നിങ്ങളാണെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ, നിങ്ങളുണ്ടെങ്കിലേ ഞാൻ ഉറങ്ങുള്ളൂ, നിങ്ങളുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഡെഫിനറ്റ്ലി ഹേർട്ടാവും അല്ലേ? അപ്പോൾ സ്നേഹിക്കണ്ട എന്നല്ല പറഞ്ഞത്, നിങ്ങൾ സ്നേഹിച്ചോളൂ, നിങ്ങൾ സ്നേഹം കൊടുത്തോളൂ, പക്ഷെ ഒപ്പം നിങ്ങളെ സ്നേഹിക്കാൻ മറക്കരുത്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ എല്ലാവർക്കും സോഷ്യൽ മീഡിയാസ് ആയാലും എന്തൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ കൊടുത്ത് വെച്ചിരിക്കുക. സെൽഫ് ലവ് ചെയ്യുന്നത് മോശമാണ്, ഡിറ്റാച്ച് ചെയ്യേണ്ടത് മോശമാണ് എന്നുള്ളത്. ഈവൻ ഭഗവത്ഗീതയിൽ വരെ ഡിറ്റാച്ച്മെൻ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് നമ്മൾ സ്നേഹിക്കുന്നില്ല, ഇതാക്കുന്നില്ല, ഒന്നുമല്ല. നമുക്കും ഇഷ്ടങ്ങളുണ്ട്, അത് നമ്മളും ചെയ്യാം. നമ്മളും നമ്മളെ കെയർ ചെയ്യണം. ആ ഒരു സെൽഫ് വർത്ത് നഷ്ടപ്പെടാണ്ട് നമുക്ക് സ്നേഹിച്ചൂടെ? അവരാണ് എല്ലാം, അവരാണ് എല്ലാത്തിനും, അതിനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് എവിടെയും കിട്ടില്ല. ആര് പറഞ്ഞു? അപ്പോഴാണ് ദൈവമായിട്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കാൻ. പക്ഷെ നിങ്ങളത് കണ്ണും പൂട്ടിയിട്ട് അതിൽ സ്റ്റേ ചെയ്തുകൊണ്ടേക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എത്രത്തോളം പീസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരെത്രത്തോളം അവരുടെ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നും അവരെത്രത്തോളം പീസ്ഫുൾ ആണെന്നും അവരെത്രത്തോളം ഹാപ്പി ആണെന്നും അവർ പറയും.
ആക്ച്വലി അറ്റാച്ച്മെൻ്റാണ് സെൽഫിഷ്. ഞാൻ വിചാരിക്കുന്ന പോലെ നീ എന്നോട് ഇങ്ങനെ പെരുമാറണം, ഞാൻ വിചാരിക്കുന്ന പോലെ നീ എനിക്കിത് ചെയ്യണമെന്ന് പറയുന്നതല്ലേ സെൽഫിഷ്. ശരി, നീ നിൻ്റെ ഇഷ്ടവും ചെയ്താൽ നമുക്കൊരു ലൈഫേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളതും കൂടെ ചെയ്തോട്ടെ, നമുക്ക് ഇഷ്ടമുള്ളതും ചെയ്തോട്ടെ. നമ്മൾ രണ്ടുപേരും പരസ്പരം മ്യൂച്വലായിട്ട് സ്നേഹിക്കുന്നു വിത്ത് റെസ്പെക്റ്റ്. രണ്ടുപേരുടെ സെൽഫ് റെസ്പെക്റ്റ് ലൂസ് ചെയ്യാണ്ട് പരസ്പരം ഹെൽത്തി ആയിട്ട് സ്നേഹിക്കുന്നു പറയുന്നതിൽ എന്താണ് അതിലുള്ള സെൽഫിഷ്നെസ് ഉള്ളതെന്നൊന്ന് പറയുമോ? ഒരു സെൽഫിഷ്നെസ്സും ഇല്ല. നമുക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇപ്പോഴും അറ്റാച്ച്മെൻറ്റിൽ സഫറിങ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാം. എന്താണ് അതിൽ പീസ്ഫുള്ളായിട്ട് ഉണ്ടായിട്ടുള്ളത്? നിങ്ങളൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യും, അത് നടക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവും, നിങ്ങൾ സഫർ ചെയ്യാൻ തുടങ്ങും. അതിലെവിടെയാണ് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടായിട്ടുള്ളത്? അതിൽ നിന്ന് തല്ലൂട്ടങ്ങളിൽ നിന്ന് വീണ്ടും തല്ലൂട്ടങ്ങളായിരിക്കും, പിന്നെ സെപ്പറേഷൻ ആവും. ഒരാളെ നമ്മൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ എവിടേക്കും പോകണ്ട, സ്നേഹം കൊണ്ട് നീ ഇവിടേക്ക് പോകണ്ട, നീ അവിടേക്ക് പോകണ്ട, നീ ഇങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ പറ്റിയപ്പോൾ നിനക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? ഓടിപ്പോവാനല്ലേ തോന്നുക? അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ അറ്റാച്ച്മെൻറ്റ്സ് വെക്കുമ്പോഴും. നമ്മൾ എത്രത്തോളം അവരിൽ അറ്റാച്ച് ചെയ്ത് നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കാൻ, ഇത് ആർക്കുള്ള മെസ്സേജാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. കെട്ടിപ്പൂട്ടി വെക്കാൻ നോക്കുന്നോ അത്രയും അവർ ഓടിപ്പോവാൻ അവർ നോക്കും. സോ സംടൈംസ് വി ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗോ. നമുക്കത് ആ തോട്ട് പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിലും ആക്ച്വലി ആ പ്രോസസ്സ് പീസ്ഫുള്ളാണ്. ആ തോട്ടും അതിലേക്ക് എത്താനുള്ള പ്രോസസ്സും കുറച്ച് പെയിൻഫുള്ളാണ്, കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും, ഓ ഇതായിരുന്നു അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം ലോജിക്കലി പെരുമാറാനാണ് കാണിക്കുന്നത്. ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ലോജിക്കലിയും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇമോഷണലി മാത്രം റിയാക്ട് ചെയ്തപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, എന്നെ രാവിലെ തന്നെ വിളിച്ചിട്ട് അവർ ഇമോഷണലി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി. അപ്പോഴായിരുന്നു അർജൻറ്റായിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമോഷണലി റിയാക്ട് ചെയ്തിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ സംശയരോഗങ്ങളായി, പിന്നെ കാണുന്നതൊക്കെ സംശയം ആവാൻ തുടങ്ങും. കാണുന്നതെല്ലാം സംശയം, കാണുന്നതെല്ലാം പ്രശ്നം, ചെയ്യുന്നതെല്ലാം പ്രശ്നം, ചുറ്റും നിൽക്കുന്നവരൊക്കെ നമ്മളെ ഉപദ്രവിക്കാനാണെന്നൊക്കെ തോന്നും. അതാണ് ഈ നെഗറ്റിവിറ്റിയും ഇമോഷണലി നമ്മൾ അത്രയും ലോ ആയിരിക്കുമ്പോഴുള്ളൊരവസ്ഥ. സോ ചില കാര്യങ്ങൾ ലോജിക്കലി കാണാൻ കൂടെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ഉണ്ടായി, അവർ പറഞ്ഞു നീ ഇങ്ങനെ ചെയ്തില്ല, നമുക്കറിയാം നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിക്ക് റിയാക്ട് ചെയ്യാം. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കൂളായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസത്തിൽ നിൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നാലും നീ അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പൊളിച്ച് ഇമോഷണലി ഡൗൺ ആയിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും വഷളാക്കാം. ഏതാ നല്ലതെന്ന് ആലോചിച്ച് നോക്കിയേ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈവൻ അതിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളവർക്കാണെങ്കിലും എല്ലാവരും എന്നെ ഇതാക്കുകയാണ്, എല്ലാവരും അങ്ങനെയാക്കുകയാണ്, എന്നെ എല്ലാവരും ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണെന്നൊക്കെ തോന്നുന്നവരുണ്ട്. ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ലോജിക്കലിയും കൂടെ തീരുമാനിക്കുക. കുറേയൊക്കെ നമ്മുടെ തോട്ട്സാണ്, കുറേയൊക്കെ നമ്മുടെ ഇല്യൂഷൻസാണ്, അനാവശ്യമായിട്ടുള്ള നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്രത്തോളം അനാവശ്യമായിട്ട് ചിന്തിക്കുന്നോ, എത്രത്തോളം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നോ, അത്രത്തോളം നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും തോന്നും. അത് ശരിക്കും റിയാലിറ്റി അല്ല, അത് ജസ്റ്റ് തോട്ട്സാണ്. ഓ അവരെന്നെ ഇതാക്കുകയാണ്, അവരെങ്ങനെയാക്കണം. സത്യം അതായിരിക്കില്ല. ചിലപ്പോൾ അവർ തിരക്കുള്ളത് കൊണ്ടായിരിക്കാം, അവർക്ക് എന്തെങ്കിലും പണിയുള്ളത് കൊണ്ടായിരിക്കാം. നമ്മൾ ഈ തിങ്ക് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. മനസ്സിലായോ? ഇത് ആർക്കുള്ള മെസ്സേജാണെന്ന് എനിക്കറിയില്ല, എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ആർക്കോ ഇതുള്ളതാണ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ആർക്കാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വളരെയധികം ഇമോഷണലി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് നിങ്ങൾ വളരെയധികം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് നിങ്ങൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഒരു ഔട്ട്കം ഉണ്ടാവില്ല. മക്കളെ അത് മനസ്സിലാക്കുക. നിങ്ങളതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ഡൗൺ ആക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്കറിയാം, ഞാൻ ആ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ആൻഡ് അതിൽ നിന്ന് ഉള്ളതുകൊണ്ടും അതിൻ്റെ എക്സ്ട്രീം ലെവൽ കണ്ടതുകൊണ്ട് ഞാൻ പറയാം, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. അതത്ര നല്ലതല്ല. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് റൂയിൻ ആവാൻ തുടങ്ങും. അതിൽ നിങ്ങൾ വളരെയധികം അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, അതായിരിക്കില്ല റിയാലിറ്റി. നിങ്ങൾ വിചാരിക്കും ഒന്നാണെന്ന്, നടക്കുന്നത് വേറെ ഒന്നായിരിക്കും.
നടക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരാളെ വിളിച്ചിട്ട് കിട്ടിയില്ല, നിങ്ങൾ ആൾക്ക് 10 വട്ടം വിളിക്കുന്നു, 100 വട്ടം വിളിക്കുന്നു, ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മേ ബി ആൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ആ വണ്ടി എന്തെങ്കിലും വണ്ടിയുടെ പെട്ടീൻ്റെ ഉള്ളിലായിരിക്കാം, സ്കൂട്ടറിൻ്റെ പെട്ടീൻ്റെ ഉള്ളിലായിരിക്കാം. സോ നമുക്കറിയില്ല അല്ലേ, എന്തെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കാം. പക്ഷെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ് ക്യാൻസൽ ആ നെഗറ്റീവ് തോട്ട്സാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച് കൊണ്ടുപോയത്, അത്രയും വേഴ്സ്റ്റ് പോസിബിലിറ്റി ആലോചിച്ചിട്ട്. സോ ബി മൈൻഡ്ഫുൾ. കുറച്ച് സെൽഫ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഒറ്റയടിക്ക് 10 നിന്ന് 0 ആക്കില്ല എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രാക്ടീസസ് ചെയ്ത് നിങ്ങളത് ഹീൽ ചെയ്യാൻ നോക്കുക. അതിനുള്ള മെയിൻ സ്റ്റെപ്പാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് തന്നെയാണ് അതിന് സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്ത് നോക്കൂ. കുറച്ച് നാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഫീൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്വയം റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം ചെയ്യാൻ. അതൊക്കെ വീണ്ടും ചെയ്ത് നോക്കൂ. അപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു എനർജി കാണാം, ഒരു കോൺഫിഡൻറ്റ് എനർജി കാണാം, ഒരു ബ്യൂട്ടിഫുൾ ചാർമിങ് കാണാം. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് ആവുന്നോ നിങ്ങളുടെ ഓറയും ഡള്ളാവാൻ തുടങ്ങും, ഭയങ്കര ഡള്ളാവാൻ തുടങ്ങും ഓറ. ഇരുണ്ട് മൂടിയ പോലെ തോന്നും നിങ്ങളെ മുഖമൊക്കെ കാണുമ്പോൾ. സോ സ്റ്റോപ്പ് ദാറ്റ്. ആൻഡ് നിങ്ങളുടെ ഒരു പഴയ ചാർമിങ് എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുകൊണ്ടാണ്. സോ കുറച്ച് കാര്യങ്ങൾ ലോജിക്കൽ, അത് ചെറിയ രീതിക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. പണ്ട് 100 വട്ടം വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി അത് 2 വട്ടം ആക്കാൻ നോക്കുക, നാളെ അത് 1 വട്ടം ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ മാറും അല്ല. സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. ചേഞ്ച് സ്റ്റാർട്ട്സ് വിത്ത് യു. നിങ്ങളാണ് അവരെ പുഷ് ചെയ്ത് വെക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻസാണ് അവരെ പുഷ് ചെയ്ത് കളയുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് യു, ചേഞ്ച് വിത്ത് യുവർ സെൽഫ്. ഇതാർക്കാണ് ഇത്ര സ്ട്രോങ് മെസ്സേജസ്? ഹീൽ യുവർ സെൽഫ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിൽ നിങ്ങൾക്ക് ആ ലവ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് കൊടുക്കും, നിങ്ങൾ സ്വയം കൊടുക്കൂ. ഇഷ്ടപ്പെട്ട ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. കണ്ണാടി നോക്കിയിട്ട് ഒരു ഐ ലവ് യു പറ, ഐ എം പ്രൗഡ് ഓഫ് യു പറ. ആ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് എനർജിയിലേക്ക് വാ. കരിയർ ആണെന്നുണ്ടെങ്കിൽ കരിയർ ഫോക്കസ് ചെയ്യും, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച ഇമോഷണൽ കണക്ഷൻസ് ആയാലും നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച ഇമോഷണൽ കണക്ഷൻസ് തിരികെ വരും. നിങ്ങളൊരു ലവിങ് എനർജി ആണെന്നുണ്ടെങ്കിൽ തിരിച്ച ആൾക്കാർ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ പഴയ സാധനങ്ങളും പൊട്ട സാധനങ്ങളും വെച്ച് നിറച്ച് ഏത് നേരം തല്ലുവിടുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വരുമോ താമസിക്കാൻ? ഏതെങ്കിലും ആൾക്കാർ വരുമോ വീട്ടിലേക്ക്? നിങ്ങളുടെ വീട് എത്രയും ബ്യൂട്ടിഫുള്ളാണ്, അത്രയും ഒരു ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് കാണാൻ വരില്ലേ, കുറേ ആൾക്കാർ താമസിക്കാൻ വരില്ലേ? നിങ്ങൾക്കും അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് സെൽഫ് ലവ്. Cleaning your own mind, making it beautiful, being the better version of yourself, being the best version of yourself, it's self-love. So that's a message for you. ആർക്കാണ് ഇത്ര സ്ട്രോങ് മെസ്സേജസ് എന്ന് അറിയില്ല, ബട്ട് ഐ ക്യാൻ ഫീൽ ദാറ്റ്. Prosperity lies ahead and the energy is gaining momentum. So beware of your energies. നിങ്ങളുടെ എനർജീസ് ഇങ്ങനെ മൊമെൻറ്റം ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇപ്പം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആവും. സോ മൈൻഡ്ഫുൾ ആയിരിക്കുക, ബി മൈൻഡ്ഫുൾ. ഓക്കെ, ദർ ഇസ് സംതിങ്, എന്തോ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ സറണ്ടർ ടു ഡിവൈൻ. ഡിവൈൻ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. യൂണിവേഴ്സ്, ദൈവമേ, കർത്താവേ, അള്ള, ജീസസ്, ആരായാലും ഇത് ഞാനിവിടെ വെച്ചിരിക്കണു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം, ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോവാം, പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നിട്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഡോണ്ട് വെറി, ബി ഇൻ ദിസ് എനർജി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പോവാം അല്ലെങ്കിൽ ഇതിലേക്ക് വരാം. യു ക്യാൻ ചൂസ്, ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, നെഗറ്റീവ് ആവണമെന്നല്ല ഈസി. നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ പോസിറ്റീവ് ആയിട്ട് ഔട്ട്കം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വിചാരിക്കുന്നുണ്ടോ ഞാൻ നെഗറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ദൈവം എന്നെ പിടിച്ച് രക്ഷിക്കുന്നു? ദൈവം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പം അതിൽ നിന്ന് മാറേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. സ്വയം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാലേ ദൈവത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഇസ് എ ഫ്രീ വിൽ ഇൻ ദിസ് ലൈഫ് ടൈം. സോ അത് മനസ്സിലാക്കുക. ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് നെഗറ്റീവായിട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഔട്ട്കം ഇല്ല. കൂടുതൽ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ആവും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്? നിങ്ങൾക്ക് വിഷമവും സങ്കടവും അല്ലാണ്ട് എന്താ കിട്ടുന്നത്? സോ ബി മൈൻഡ്ഫുൾ, സറണ്ടർ ടു ഡിവൈൻ ആൻഡ്
ഡിവൈനിൽ സറണ്ടർ ചെയ്ത കുറേ പേർക്ക് അറിയാം എത്രത്തോളം അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പീസ്ഫുൾ അതിൽ ഒരു സമാധാനം അതിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ഹീലിംഗ് യുവർ സെൽഫ്, സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ വെരി ചാമിങ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ ആ ഒരു മാഗ്നറ്റിക് എനർജിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. സോ ബി ദാറ്റ്. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്. പേഴ്സണൽ സെഷൻ, മാനിഫെസ്റ്റേഷൻ, പേഴ്സണൽ കോച്ചിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ബൈ നമ്പർ 2. സോ നമുക്ക് നെക്സ്റ്റ് റീഡിംഗ് ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.